ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവ വ്ളോഗ്സ്. ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. 19 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. എൻ്റെ ഏട്ടൻ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് യു വൈഡാ. എന്തായാലും ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ ലീവിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടന് ലീവ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ വെക്കേഷന് എനിക്കും ജോലി ഉള്ളതുകൊണ്ട് വന്നാലും ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. ഞാൻ ജോലിക്ക് പോകും, പിള്ളേർ സ്കൂളിൽ പോകും. അപ്പോൾ പിന്നെ മാർച്ചിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാർച്ചിലേക്ക് ആക്കി കേട്ടോ. ഡിസംബറിൽ വന്നാൽ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പിറന്നാൾ വരുന്നത് ജനുവരിയിലാണ്, ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചേട്ടൻ്റെ കൂടെ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായാലും ഭാവേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഭാവേട്ടൻ ഇല്ലാത്തതിൻ്റെ കുറവ് എൻ്റെ മക്കൾ ഇന്ന് എനിക്ക് നികത്തി തന്നു കേട്ടോ. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. പിറന്നാളിലും അതുപോലെ എനിക്ക് എൻ്റെ കുട്ടികൾ ഗിഫ്റ്റ് തന്നു കേട്ടോ. അവർക്ക് പൈസ അവരിങ്ങനെ കടയിൽ കിട്ടുന്ന പൈസയൊക്കെ 20 രൂപയും 10 രൂപയൊക്കെ അങ്ങനെ കൂട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് പൈസ ആക്കിയിട്ടാണ് അന്ന് പിറന്നാളിന് എനിക്ക് മാലയും കമ്മലും അങ്ങനെ എന്തൊക്കെയോ കുറേ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കുറേ ഫോട്ടോസ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ സർപ്രൈസ് ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്തൊക്കെയോ ഇവിടെ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മാളുമാവി അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അവരെവിടുന്ന് അതൊക്കെ ഒപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു ഫോട്ടോ, എൻ്റെ ഏട്ടൻ്റെയും കൂടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ ഫ്രെയിമും, പിന്നെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് 1/2 കിലോൻ്റെ ഒരു കേക്കും, പിന്നെ ഒരു ചെരുപ്പ്. എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞിട്ട് നെഞ്ച് പൊട്ടിപ്പോയി കേട്ടോ. കാരണം അവരിത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ അറിഞ്ഞൊരു കാര്യം ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അമ്മമ്മ അന്ന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി 100 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് പൈസ റെഡിയാക്കിയെന്ന് പറഞ്ഞു കേട്ടോ. 800 രൂപയെങ്ങാണ്ടായി എന്ന് പറഞ്ഞു. കേക്കിന് തന്നെ അത്യാവശ്യം 300 രൂപയൊക്കെ ഉണ്ടല്ലോ. കേക്കിന് 300 രൂപയുണ്ട്. പിന്നെ ആ ഫ്രെയിമിന് എന്തായാലും ഒരു 200 രൂപ ഉണ്ടാവും. പിന്നെ ചെരുപ്പിന് അങ്ങനെ എന്തായാലും അതൊക്കെ റെഡിയാക്കിയിട്ട് അവർ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയൊരു സർപ്രൈസാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്താ പറയണമെന്നറിയാം എന്നോട്. എൻ്റെ ചെരുപ്പില്ലേ, ചെരുപ്പ് പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ചെരുപ്പ് എന്നിട്ട് ഞാൻ 2 വട്ടം ചെരുപ്പ് പൊട്ടി തുന്നി. പക്ഷെ ചെരുപ്പിൻ്റെ ആ കാലിങ്ങനെ വിരലിടുന്ന ഭാഗമില്ല, അത് മാത്രമാണ് കംപ്ലൈൻ്റ് ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് നാളും കൂടി ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാനത് തുന്നിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അമ്മ ചെരുപ്പ് പൊട്ടിയിട്ട് തുന്നിയിട്ടല്ലേ ഇട്ട് നടക്കണത്. അപ്പോൾ ഇനി അമ്മ ആ ചെരുപ്പ് ഇടണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ ആ പുതിയ ചെരുപ്പ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അമ്മമാരുടെ എന്നെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ അവർ നമുക്ക് കുഞ്ഞ് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ ഗിഫ്റ്റ് തരിക എന്ന് പറയുമ്പോൾ അത് എന്തായാലും പ്രൗഡ് ഓഫ് യു. എൻ്റെ ദൈവം എന്നും ഈ നല്ലൊരു സ്വഭാവം ഇങ്ങനെയൊക്കെ എന്നും എൻ്റെ മക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏട്ടനെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവർക്കും അതായിട്ട് അച്ഛനെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, എല്ലാം അമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സങ്കടം ഉണ്ട് കേട്ടോ മാളനും വായിക്കും. എന്തായാലും അച്ഛൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും ആഘോഷിക്കും. എന്തായാലും അടുത്ത മാസം 10-ാം തീയതിയുടെ ഏട്ടൻ ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് വേണ്ടിയിട്ട്. എൻ്റെ മക്കളെ എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് സർപ്രൈസായിട്ട് മാളടി മാവടി അതൊരു സർപ്രൈസാണ് കേട്ടോ. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഏട്ടൻ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളെ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. സർപ്രൈസ് കേക്കും ആദ്യം അച്ഛന് കൊടുക്കുക. കേക്ക് നമ്മുടെ മക്കള് നമുക്ക് കൊണ്ടുവന്ന എന്താണ് കേട്ടോ കേക്ക്. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. ഇതുണ്ടോ, ഒരു 2 ആളുടെയും കൂടി ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോ കുറേ നാളായിട്ടോ ഞങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മക്കൾ എനിക്കത് സാധിച്ചു തന്നു കേട്ടോ.
പിന്നെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ആളെ ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല, ഏട്ടന് ലീവ് കിട്ടിയില്ല വരാൻ വേണ്ടി. പിന്നെ ഇതാണ്ട ചെരുപ്പ്, എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടേ 2 വട്ടം ഞാൻ ചെരുപ്പ് തുന്നിയിട്ട് അതായിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ അവർ കാണണ്ടല്ലോ ഒരു ചെരുപ്പ് പൊട്ടിയതാണെന്ന്. അപ്പോൾ അമ്മ ഇനി ആ ചെരുപ്പ് ഇട്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് കൊണ്ടുവന്നതാ. ഇതൊക്കെ അവരെങ്ങനെ സെറ്റാക്കിയെന്ന് ചോദിച്ചാൽ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കസിനാണ് ഇതെല്ലാം ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ്, എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വയ്ക്കുന്ന പൈസയൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ടാണ്. ചെരുപ്പ് കുറച്ച് ടൈറ്റാണ് കേട്ടോ. എന്നാലും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്തല്ലോ, ഒരുപാട് താങ്ക് യു കേട്ടോ മാളുവാവ. ലൈവ് കഴിഞ്ഞ് ഡ്രസ്സും കൂടി മാറ്റാണ്ട് നടക്കാൻ പോവാം കേട്ടോ. ഇന്ന് നല്ലോണം നേരം വൈകി. ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ സമയമായില്ലേ. 6:15 വരെ 6:30 വരെ ഇരിക്കുള്ളൂ. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഞാൻ പോട്ടെ, പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അവരെന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. കുറച്ച് നേരം എത്ര പണിത്തിരക്കാണെങ്കിലും ഞാൻ കുറച്ച് നേരം അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കും കേട്ടോ. നോക്കിയേ, ആ കണ്ടത്തിലല്ലേ മുഴുവൻ മയിലുകളാണ് നിൽക്കണത്, കണ്ടോ? ആ നിൽക്കണത് മുഴുവൻ മയിലുകളാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നടക്കാൻ പോയിട്ടുള്ളതാണ്. നടക്കാൻ പോകാമെന്ന് പേര് പറഞ്ഞ് വരും, പക്ഷെ നടക്കലില്ല കേട്ടോ. ഇരുന്ന് വർത്താനം പറയുക ചെയ്യുക, നടക്കില്ല. ഈ റോട്ടിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കില്ല. ആളും ഭാവി അവർക്കുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് കേക്ക് കൊടുത്തിട്ട് വേഗം പോരാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കേക്കായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ അവർ.